അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് 250 ml കപ്പിന് ഒരു 1/4 കപ്പ് മട്ടയരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ പച്ചരി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന ചാക്കരിയോ ജയാരിയോ ഏതെങ്കിലും ചോറ് വയ്ക്കുന്ന ചാക്കരി എടുക്കുക. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പുണ്ടല്ലോ, തോടൊന്നും ഇല്ലാത്ത ചെറുപയർ പരിപ്പ്, പായസമൊക്കെ വെക്കാൻ എടുക്കുന്ന, നമ്മൾ പരിപ്പ് കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന ചെറുപയർ പരിപ്പ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 2 ചോറ് വെക്കുന്ന അരിയും ഒരു പച്ചരിയും ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. എല്ലാം 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാം കൂടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് 1/4 കപ്പ് പച്ചരി, 1/4 കപ്പ് ചാക്കരി, കപ്പ് ചമ്പാവരിയൊക്കെ സെപ്പറേറ്റ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അതെല്ലാം ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ മാറാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെക്കാം. അപ്പൊ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 3-4 വെള്ളം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു അരിപ്പയിൽ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അപ്പൊ നല്ലോണം വെള്ളമൊക്കെ മാറി എല്ലാം ഒന്ന് ഡ്രൈ ആയി വരും. ഇപ്പൊ അരികളുടെയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പിന്റെയും നനവൊക്കെ മാറി നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് വെക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നനവൊക്കെ മാറ്റിയെടുത്ത അരിയും ചെറുപയർ പരിപ്പും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ചെറുപയർ പരിപ്പും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, എന്നാൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരണം. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. 1-2 മിനിറ്റും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുപയർ പരിപ്പ് മാത്രം കഴുകിയിട്ട് പ്രത്യേകം വെള്ളമൊക്കെ മാറ്റിയിട്ട് പ്രത്യേകം ഒരു പാനിലിട്ടിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്തതുപോലെ ഒരുമിച്ചിട്ടും റോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ അരിയും പ്രത്യേകം കഴുകി പ്രത്യേകം വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കാര്യം റെഡിയായി കിട്ടും. എല്ലാം അരികളെല്ലാം നല്ലോണം ഒന്ന് പൊട്ടി വരണം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അപ്പം അരിയും ചെറുപയർ പരിപ്പും നല്ലതുപോലെ മൊരിഞ്ഞ് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് മൂപ്പിച്ച് കരിഞ്ഞൊന്നും പോവരുത്. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പം ഇത് നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് കുറച്ച് ചിരകിയ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെറുപയർ പരിപ്പ് 1/4 കപ്പ്, അതുപോലെ തന്നെ ചാക്കരി 1/4 കപ്പ്, മട്ടരി 1/4 കപ്പ്, ഇച്ചിരി 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ എല്ലാം കൂടി ചേർത്തിട്ട് ചെറുപയർ പരിപ്പും അരിയും എല്ലാം കൂടെ ചേർത്തിട്ട് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുക്കുക. തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉടനെ തയ്യാറാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചധികം ദിവസം സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ വെള്ളത്തിൻ്റെ ആ നനവൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങയുടെ നിറമൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടല്ലേ, ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 1/4 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത നിലക്കടല ആയാലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 15 കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കശുവണ്ടി പരിപ്പില്ലാന്നുണ്ടെങ്കിൽ നിലക്കടല മാത്രം എടുത്താലും മതി. കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ നിലക്കടല മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇത് 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂട് മാറാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
വീണ്ടും അതേ പാനിൽ തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അരി, തേങ്ങ എല്ലാം അളന്നെടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പോ 1/2 കപ്പോ ശർക്കര എടുത്താൽ മതിയാവും. അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് തിളച്ച് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ശർക്കര എല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ചുരുക്കി വന്നാൽ മാത്രം മതി. കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാൻ. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച എല്ലാത്തിൻ്റെയും ചൂടൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ചൂട് മാറിയിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൗഡർ പരുവത്തിന് പൊടിക്കരുത്. ചെറിയ തരികളോട് കൂടി പൊടിച്ചിട്ടെടുക്കുക. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 6 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് കുരു മാത്രം വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ മുഴുവനെ അങ്ങിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. ഇനി പൊടിച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പൊടിച്ചെടുത്തപ്പോൾ. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് അങ്ങ് ഒഴിക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് ഒഴിക്കുകയാണ്. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ബാക്കി ഇരിക്കുന്നതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്ത ശർക്കരപ്പാനി മുഴുവനും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് ഇതുപോലെ എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുള പിടിച്ചെടുക്കുക. നല്ലോണം ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലോണം കട്ടിയാവും. ഈ ഒരു രീതിക്ക് ഉരുട്ടിയെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് സാധാരണ അരി ഉണ്ട തയ്യാറാക്കുന്നത് പോലെയല്ല തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ചും കൂടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ അരിയും ശർക്കരയും തേങ്ങ ഒക്കെ ചേർത്തിട്ടല്ലേ അരി ഉണ്ട തയ്യാറാക്കുന്നത്. ഇത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആണ്. കുറച്ച് ദിവസം നമുക്ക് പുറത്ത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്